നമുക്ക് കുമ്പളങ്ങ കൊണ്ടൊരു പച്ചടി ഉണ്ടാക്കാം. അതിനായി പകുതി കുമ്പളങ്ങ, ഇത്രയും മതി. നേരത്തെ ഇതിൻ്റെ ബാക്കി വേറൊരു കറിക്ക് എടുത്തതാണ്. ഇത് എല്ലാം അരിഞ്ഞ് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി എടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ട മറ്റ് സാധനങ്ങൾ: കടുക്, അരക്കപ്പ് തൈര്, ചെറിയ കപ്പിന് അരക്കപ്പ് തേങ്ങ, 2 പച്ചമുളക്, താളിക്കുന്ന ഒരു 2 കറിവേപ്പില, 2 വറ്റൽമുളക്, അരപ്പിനായി 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, വെളിച്ചെണ്ണ, ഉപ്പ്, വെള്ളം ആവശ്യത്തിന്. ഇത്രയാണ് ഈ പച്ചടിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി ആദ്യം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി എടുക്കാം. നമ്മൾ കുമ്പളങ്ങയെല്ലാം കട്ട് ചെയ്ത് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായി ഒരു പാത്രം എടുത്ത് കുമ്പളങ്ങ നമുക്ക് അതിലേക്ക് ചേർക്കാം. അതിലേക്ക് നമുക്ക് കീറി വെച്ചിരിക്കുന്ന 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, വേവാൻ ആവശ്യമുള്ള വെള്ളം, കുറച്ച് വെള്ളം മതി, കാരണം കുമ്പളങ്ങയിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. ഇത് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കുമ്പളങ്ങ ഒന്ന് വേവട്ടെ. ഇടയ്ക്ക് തുറന്ന് നമുക്ക് പാത്രത്തിൻ്റെ അടപ്പൊന്ന് തുറക്കാം. കുമ്പളങ്ങയൊക്കെ വേകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പും കൂടെ ചേർത്തൊന്ന് ഇളക്കിയ ശേഷം വീണ്ടും അടച്ചു വെച്ചു. കുമ്പളങ്ങ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. ഇതൊരു ജാറെടുത്ത് അതിലേക്ക് തേങ്ങ, 2 പച്ചമുളക് കീറിയത്, തേങ്ങ, ഇതൊന്ന് നല്ലതായിട്ടൊന്ന് അടിച്ചെടുക്കാം. ശകലം വെള്ളം കൂടെ ഒഴിച്ച് തുറക്കാം. കുമ്പളങ്ങയൊക്കെ ഒരുവിധം വെന്ത് പറ്റാറായിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ച് ഇത് വേവിക്കാം. നമ്മളൊരിത് അരച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകും കൂടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. അതോടൊപ്പം തൈരും കൂടെ ഒന്ന് ചേർക്കാം. എല്ലാം കൂടെ നമുക്കൊന്ന് ഇങ്ങനെയൊക്കെ ഒരു വിധം വെന്ത് പറ്റാറായി. ഈ സമയം നമുക്ക് ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല വീണ്ടും വറ്റട്ടെ. കുമ്പളങ്ങയെല്ലാം നല്ലപോലെ വെന്ത് വറ്റാറായിട്ടുണ്ട്. കുമ്പളങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് തയ്യാറാക്കാം. എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. സ്റ്റവ് കത്തിച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകട്ടെ. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കും. നേരത്തെ നമ്മൾ 1/4 ടീസ്പൂൺ അരച്ചിരുന്നു തേങ്ങയുടെ കൂടെ, അതുകൊണ്ട് 1/4 ടീസ്പൂൺ മതി. അതിലേക്ക് ഒരു 2 കറിവേപ്പില, തണുത്ത ശേഷം നമുക്ക് പച്ചടിയിലോട്ട് ചേർക്കാം, അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകും.
ഇളക്കി കൊടുക്കണം. കുമ്പളങ്ങ പച്ചടി റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു. കുമ്പളങ്ങ പച്ചടി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. കുമ്പളങ്ങ പച്ചടി റെഡി.